ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇനി ഇവിടെ നിന്ന് കരയണ്ട. ആരെങ്കിലും നമ്മളെ കണ്ട പിന്നെയും പല ചോദ്യങ്ങളും തർക്കങ്ങളും ആവും. അതിന് നമ്മളായിട്ട് ഇട ഉണ്ടാക്കണ്ട. അതുകൊണ്ട് വാ ദൈവമേ, വാ വാ. ഒറ്റയ്ക്ക് ചാടണ്ട, ഞാനും കൂടി ചാടാം. എന്നെ ഒറ്റയ്ക്കാക്കി ദൈവമ്മ പോവണ്ട. ന്യായീകരണമാണെങ്കിൽ അത് വേണ്ട ദൈവമേ. ഞാൻ ദൈവമ്മയോട് പറഞ്ഞതല്ലേ, എന്റെ വാക്കിന് ദൈവം ഒരു വിലയും കൽപ്പിക്കുന്നില്ലേ? അല്ലെങ്കിൽ തന്നെ ഇങ്ങനൊരു പ്രവൃത്തിയെപ്പറ്റി ചിന്തിക്കാൻ എങ്ങനെ മനസ്സ് വന്നേ? അതൊന്നും എനിക്ക് അറിയില്ല മോളെ. എല്ലാവരും എല്ലാം അറിയുമ്പോ ഒറ്റപ്പെടുത്തുമെന്നുള്ള ഭയം, കുറ്റപ്പെടുത്തുമെന്നുള്ള ആശങ്ക, അതെല്ലാം കൂടി ആലോചിച്ചപ്പോ മനസ്സിന്റെ കണ്ണിൽ ഇരുട്ട് കയറിപ്പോയി. അതിനിതാണ് ദൈവമ്മ വഴി. ഞാൻ അമ്മയെ കണ്ട് സ്നേഹിക്കുന്ന ആള് ഇങ്ങനൊരു പേരുവാണെന്ന് ഓർക്കുമ്പോ ദൈവം എന്നോട് പറയുന്ന ഈ നാണക്കേടിനേക്കാൾ വലിയ നാണക്കേടാ എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കാന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവം ഇത് ചെയ്യും. ദൈവമ്മ കിണറ്റി ചാടി ആത്മഹത്യ ചെയ്തു എന്ന് എല്ലാവരും അറിയുന്നതിനൊപ്പം ഗർഭിണിയായിരുന്നെന്നും കൂടി എല്ലാവരും അറിയും. ഇവിടുത്തെ ആൾക്കാരുടെയും ബന്ധുക്കാരുടെയും നാട്ടുകാരുടെയും മനസ്സില് പല ചോദ്യങ്ങളും ഉണ്ടാവും. മരിച്ചാലും മാറാത്ത ആ നാണക്കേടിന് അപ്പുറം ആവില്ല ദൈവം ഈ സത്യം എല്ലാരെയും അറിയിച്ചാല്. മോളെ, എനിക്ക് ഈ അവസ്ഥ എല്ലാരും അറിയുമ്പോ ദൈവമ്മ കരുതുന്ന പോലെ ആവില്ല പ്രചരിക്കുന്ന കഥകള്. അത് കേൾക്കേണ്ടി വരുന്ന എന്റെ അവസ്ഥ ദൈവമേ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്റെ അമ്മ മരിച്ച് എന്നെ വിട്ടുപോയെന്നുള്ള വേദനയെക്കാളും വലുതാണ്. എന്റെ ദൈവമ്മയ്ക്ക് ഞാനിതൊക്കെ പറഞ്ഞു തരണം. ഒരു നിമിഷം പോലും ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോ ചുറ്റിനും അത് ആരെയൊക്കെ ബാധിക്കുമെന്നെങ്കിലും എന്റെ അമ്മ മനസ്സിലാക്കണം.
ആദ്യം കുഞ്ഞിനെ നശിപ്പിക്കാൻ ദേവമ്മ നോക്കി. ഇപ്പൊ സ്വയം ജീവൻ എടുക്കാൻ ശ്രമിച്ചു. ഞാൻ എന്താ ഇതിനൊക്കെ പറയേണ്ടത്? ദേവമ്മ ഇപ്പൊ ഈ കാണിച്ചത് ചതിയാ, വലിയ ചതി. എന്നോട്, എന്നെക്കാളും അച്ഛനോട്. അച്ഛനും അമ്മയ്ക്കും സ്വന്തം ഒന്ന് പറയാൻ ആകെയുള്ളത് ഇപ്പൊ ദേവമ്മയുടെ വയറ്റി വളരുന്ന ഈ കുഞ്ഞ് മാത്രം. അതിനെ ഇല്ലാതാക്കാൻ നോക്കുന്നു. എല്ലാം അറിഞ്ഞു കഴിഞ്ഞ് ഇവിടെ എല്ലാവരും അംഗീകരിച്ച അമ്മ ഈ ചെയ്തതൊക്കെ മണ്ടത്തരാവില്ലേ? ആദ്യം ഇതിനൊരു തീരുമാനാവട്ടെ, എന്നിട്ടല്ലേ ബാക്കി. നീ ഞാൻ പറയുന്ന മനസ്സിലായില്ലെങ്കിൽ ചാവ്. അതിന് തയ്യാറായിട്ട് വന്നല്ലേ? ദേവമ്മയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് ഞാനാ പറയുന്നേ. ഇനിയെങ്കിലും ഞാൻ എന്താ പറയുന്നത് നമ്മ മനസ്സിലാക്കണം. തീരെ ചിന്തിക്കാത്ത, എല്ലാത്തിനും പരിഹാരം ആത്മഹത്യയാണെന്ന് കരുതുന്ന ഒരു സ്ത്രീയുടെ ലെവലിലേക്ക് എന്റെ ദൈവമ താഴരുത്. അത് എന്നെ കൂടി വിഷമിപ്പിക്കുന്ന കാര്യം. ദൈവമ വാ, ഇനി ഇവിടെ നിന്ന് കരയണ്ട. ആരെങ്കിലും നമ്മളെ കണ്ട പിന്നെയും പല ചോദ്യങ്ങളും തർക്കങ്ങളും ആവും. അതിന് നമ്മളായിട്ട് ഇട ഉണ്ടാക്കണ്ട. അതുകൊണ്ട് വാ ദൈവമേ, വാ വാ ദൈവമേ, വാ. നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഇനി എന്താ എടുത്തൊരു തീരുമാനം? അതോ ഞാനും അമ്മയും ചേർന്നൊരു തീരുമാനം എടുക്കണം? എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല ജഗദീഷ്. എന്റെ നിസ്സഹായ അവസ്ഥ ഉണ്ട്. ഞാൻ എന്നെ തന്നെ നശിപ്പിക്കാൻ നോക്കിയത്, അതാണെങ്കിൽ നടന്നതുമില്ല. എനിക്കറിയാം എന്റെ അവസ്ഥ ജഗദീഷിന് മനസ്സിലാവുന്നു.